ഇളക്കപ്പെരുക്കത്തിന്റെ ഒരു ആത്മാവ് നമുക്ക് വേണ്ട. എങ്ങനെയെങ്കിലും ആളുകളെ ഒന്ന് കുലുക്കി ഇളക്കി ഒരു ഉണർവ് കാണിക്കേണ്ട ആവശ്യമില്ല. ധ്യാനത്തിങ്കിൽ തീ കത്തുന്നെങ്കിൽ കത്തിയാൽ മതി, അല്ലെങ്കിൽ തീ കത്തണ്ട. അഗ്നി ഇല്ലാത്ത ഒരുപാട് അഭിഷേകം ഇന്ന് കേരളത്തിൽ കൺവെൻഷൻ സ്റ്റേജുകളിൽ, നിങ്ങളുടെ വലിയ ഉണർവ് യോഗങ്ങളിൽ, രോഗശാന്തി ശുശ്രൂഷകളിൽ അഗ്നി ഇല്ലാത്ത അഭിഷേകം വളരെ ശക്തിയായി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ധ്യാനത്തിങ്കിൽ തീ കത്തുന്ന അനുഭവം ഉണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ അഗ്നിയുണ്ട്. ആ അഗ്നി ഇല്ലാത്ത അഭിഷേകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിന്നുള്ള അഭിഷേകമല്ല. അതുകൊണ്ട് നിങ്ങൾ അന്യഭാഷ പറയുന്നെങ്കിൽ, നിങ്ങളിൽ അഗ്നി കത്തുന്നില്ല എങ്കിൽ, പാപ സ്വഭാവത്തിന്മേൽ ജയം നേടുന്നില്ല എങ്കിൽ തെറ്റുപറ്റിപ്പോയി. നിങ്ങളുടെ അഭിഷേകം ദൈവത്തിൽ നിന്നുള്ളതല്ല, വേറെ ആരുടെയോ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം, വേറൊരു യേശു. അങ്ങനെയുള്ള ആത്മാക്കളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അഗ്നിയാലുള്ള നിറവ് പ്രാപിച്ചു